ഹലോ ഗൈസ്, അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. കാരണം നമ്മൾ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, പക്ഷെ നമ്മൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചിട്ടുള്ളതാണ്. കാരണം ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ സ്നേഹത്തിനടുത്ത് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെറുതെ നമ്മൾ അനാമത്തിട്ട് കളയേണ്ട, അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക, അത് വലിയ കാര്യമല്ല. എന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞിന് സന്തോഷം തെച്ചോട്ടൻ്റെ വീട്ടിൽ വെച്ച് ദാനൂട്ടൻ്റെ വീട്ടിൽ വെച്ച് ആഘോഷമാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾക്കൊരു കുഞ്ഞ് കേക്ക് മേടിച്ചിട്ട് നമ്മളെ വീട്ടിൽ നമ്മളെല്ലാവരും ഡെക്കറേറ്റ് ചെയ്തിട്ടൊരു തിരുവോണത്തിൻ്റെ അന്നൊരു 4-5 മണിയായപ്പോൾ നമ്മുടെ വീട്ടുകാർ അടുത്ത നമ്മുടെ വീട്ടുകാർ മാത്രമായിട്ട് ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ. പക്ഷേ എന്തെന്ന് പറഞ്ഞോട്ടെ, നമ്മൾ മുൻകൂട്ടി ഒന്നും തീരുമാനിച്ചതല്ല. അവൻ്റെ ഡ്രസ്സും കേക്കും ഡെക്കറേഷനും എല്ലാം ഒരേ കളറായിരുന്നു കേട്ടോ. നമ്മൾ അത് മനഃപൂർവ്വം വാങ്ങിച്ചല്ല, എന്തോ ഭാഗ്യത്തിന് അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കേക്ക് കട്ടിട്ട് പിള്ളേരെ മുൻനിരയോടെ നിർത്തി കേക്കൊക്കെ കട്ട് ചെയ്തു. ഈ അവസരത്തിൽ പൊന്നമ്മളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. കാരണം എല്ലാത്തിനും ഫംഗ്ഷനോ എന്ത് പരിപാടി വന്നാലും ഏറ്റവും ഫ്രണ്ട് അവളായിരിക്കും കാണുന്നത്. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ചെയ്യും കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓണത്തിനാണെങ്കിലും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എനിക്കൊരു ഓണക്കോടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നതാണ്. ഇപ്രാവശ്യം ഓണക്കോടി എടുത്ത് തന്നു, എന്നാലും കൊണ്ട് തരുന്നതിൻ്റെ അത്ര വരത്തില്ല. അതുകൊണ്ട് അവളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച്, ഞങ്ങൾ 3 പേരോട് ഒരുമിച്ച് കൂടിയിട്ട് കുറേ നാളായി. അപ്പോൾ ഇനി 3 പേരും തന്നെ, ഞാനും അണ്ണനും അവളും. ഇനി എല്ലാവരും കൂടെ അടുത്ത വർഷമെങ്കിലും ഒരുമിച്ച് കൂടാനായിട്ട് പറ്റട്ടെ. അപ്പം ഞങ്ങൾ എല്ലാവരും അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കുഞ്ഞിനെ എല്ലാവരും കൊടുക്കണം. ആദ്യമൊക്കെ അവൻ വാങ്ങിച്ചു, പിന്നെ എനിക്ക് വേണ്ടെന്ന് ഞാനൊക്കെ ചിറിയുടെ തുമ്പത്തെന്തോ തൊട്ടിട്ട് ഓടുമായിരുന്നു കേട്ടോ. മന്നിയും മാധവും ഉണ്ടായിരുന്നു. മന്നിയും മാധുവിൻ്റെ ഭാഗം ഒരു കാത്തളയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ. തെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവൻ്റെ കാലം മറ്റേ കിലുക്കില്ലാത്ത സ്വർണ്ണത്തളയാണ് കിടന്നത്. അപ്പോൾ അതിന് കിലുക്കും ഇല്ലല്ലോ, ഇതിന് കിലുക്കുള്ള പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പൊന്നമ്പളിയുടെയും മാമൻ്റെയും വകയുള്ള ഗിഫ്റ്റായിരുന്നു. പിന്നെ ഇത് അബിയുടെ വകയായിട്ടുള്ള ഗിഫ്റ്റായിരുന്നു. ഞാനും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഓൾറെഡി കടയെ വിളിച്ച് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്നോട് അവിടം വരെ പോകാൻ പറഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ലോക്ക് വണ്ടിയാണ് കേട്ടോ. അതിൽ വീഴത്തും ഒന്നുമില്ല. നല്ല ഒരു 3 വീലറിൻ്റെ വണ്ടിയാണ്. അതിന് ഭയങ്കര കരച്ചിലായിരുന്നു എല്ലാവരും വന്നതിൻ്റെയൊക്കെ ഒരു സങ്കടത്തിൽ. പിന്നെ വണ്ടി കണ്ടപ്പോൾ ഹാപ്പി ആയിട്ടോ. ആനോട്ട് അപ്പോൾ അത് എനിക്കില്ലെന്ന് പറഞ്ഞിട്ട് പോയി പിണങ്ങി അകത്ത് പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വന്ന് ഭയങ്കര ഹാപ്പിയായി. അവൻ്റെ കൊടുത്ത് അവനെ ഒന്ന് ആദ്യം കയറ്റി അതിലൊരു റൗണ്ടൊക്കെ അടിച്ചപ്പോൾ ആൾ ഹാപ്പിയായി വെച്ചിട്ട് ഇതെന്താ സംഭവം എന്നൊക്കെ നമ്മൾ സ്നഗ്ഗിയൊക്കെ ഇട്ടിട്ട് ബർത്ത്ഡേ പോയി അതിലെ കൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ 2 പേരെ വണ്ടിയിലൊക്കെ കയറ്റി ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് വണ്ടിയിലിരിക്കുന്ന ഫോട്ടോ ലാസ്റ്റ് ഞാൻ വെക്കാം കേട്ടോ. അപ്പം ഞങ്ങളുടെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 2K ആവാറായി. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, സീ യു.